ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്കൂൾ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് സാധനങ്ങളായിട്ട് ഉണ്ടാക്കാൻ പോകണം. ഒക്കെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ക്ലേ വെച്ചിട്ടാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ഒക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ അതിനെ ഇങ്ങനെ ആക്കി ഈ ഒരു പിന്നുണ്ടല്ലോ, ആ പിന്നിലേക്ക് ബാക്ക് വശത്തേക്കായിട്ട് നമ്മളിതുപോലെ ക്ലേ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്തിനേയും ആവശ്യത്തിനായി പോകേണ്ടി വരിക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ പിന്നെ യൂസ്ഫുൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വണ്ണ് വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ക്ലേകൾ ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മളിതിനെ ഫുള്ളായി ഒട്ടിച്ചു കൊടുക്കുക. ഇത് എയർ ഡേ ക്ലേ ആട്ടോ. എന്നിട്ട് നമ്മുടെ അടുത്ത് ബ്ലേഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പം നമുക്കൊരു പേപ്പർ കട്ടർ കിട്ടി. പിന്നെ നമ്മുടെ അടുത്ത് ബ്രോക്കർഡ് ആയിട്ടുള്ള ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള എക്സാം പാഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ എക്സാം പാഡിൻ്റെ മുകളിലേക്കായിട്ട് A4 ഷീറ്റ് ഒട്ടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുത്ത് കളർ ചെയ്ത് ഒക്കെ എടുത്തിട്ട് അതിനുശേഷം നമ്മൾ എറൈസ് ചെയ്യണം കേട്ടോ. എറൈസ് ചെയ്യാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാർക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അധികം മുക്കാലും ബ്ലാക്ക് ആട്ടോ, ചില ഭാഗങ്ങൾ മാത്രം കളർ ചെയ്യുന്നുള്ളൂ. ചെറുതായിട്ട് എന്തെങ്കിലും വരയാനും എഴുതാനും കാരണം മാത്രം മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന പഴയതും പൊട്ടിയതും ഭംഗി പോയതും ഒക്കെ ആയിട്ടുള്ള എക്സാം പാഡിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടെ നോക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ആയിട്ട് ക്ലിയർ ടേപ്പ് ആട്ടോ യൂസ് ചെയ്യുന്നത്. എക്സാം പാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ സഞ്ചി ആട്ടോ ഉപയോഗിക്കുന്നത്. ക്ലോത്ത് അല്ല, വേറെ ഏതൊരു മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള മെഷർമെൻറ്റ് അളന്നെടുത്തിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അടിയിലേക്കായിട്ട് ക്യാൻവാസ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു സൈഡിലേക്ക് സിബ് വെച്ച് അത് തിരിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് കിട്ടും കേട്ടോ. അതിൽ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് നീളത്തിലുള്ള സിബ് എടുക്കുകയാണെങ്കിൽ കുറച്ച് വലുത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സിബ് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ മെഷർമെൻറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ട് ലാസ്റ്റ്. പിന്നെ ഈ 4 വശത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ നാളന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്ത ആൾക്കാർക്ക് തുന്നി കൊടുക്കുക. ഇല്ല പറഞ്ഞാൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. ഫൈനലി നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. സ്കൂൾ പൗച്ചായിട്ട് യൂസ് ചെയ്യുക. ഇല്ലാന്ന് പറഞ്ഞാൽ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ ഡെക്കറേഷനൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഓൾറെഡി നമ്മൾ ഇതിലേക്ക് പ്രിന്റഡ് ഒക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതുപോലത്തെ ഗിൽറ്റേഴ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതുപോലത്തെ മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസ്കിംഗ് ടാപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിന് എടുക്കാം കേട്ടോ. ഇതിൻ്റെ വീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീതിക്ക് നമ്മളിതുപോലെ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസും കൂടെ കൊടുക്കാം കേട്ടോ. സ്കെച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ചെയ്യുകയാണ് നല്ലത്. ഇതിൻ്റെ അടുത്ത് സ്കെച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. ചുറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതുകൂടെ നമ്മളതിൽ കാണിക്കുന്നുണ്ട്. കാർഡ്ബോർഡ് ഇതുപോലെ ആക്കി മുകളിലേക്കായിട്ട് ക്ലിയർ ടാപ്പ് വെച്ചിട്ട് അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാട്ടോ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.